ഹായ് ഫ്രണ്ട്സ്, RPO ടെക് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ബീച്ചിലാണ്. എല്ലാവർക്കും അറിയാലോ, ഇത് അഴീക്കോട് ബീച്ചാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ചീനവലകളൊക്കെ ഉണ്ട്. അതായത് ഈ പാട്ടൊക്കെയാണ് നമ്മൾ ചീനവല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചീനവലൊക്കെ ചേട്ടനൊക്കെ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ് വെച്ചിട്ട് കെട്ടിങ്ങനെ വലിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് എന്താണ് അവർ ബൈക്ക് യൂസ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്താണ് ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ആണ് ബൈക്കുകളൊക്കെ എന്താണ് അവരത് വെച്ചിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളെന്താണ് ഓപ്പറേറ്റ് ചെയ്യണം. അതായത് ആ ഒരു 2-3 പേര് ചേർന്ന് വലിച്ചിരുന്ന ഈ ഒരു ചീനവല എന്താണ് ഒരു ബൈക്ക് വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ മൊത്തത്തിലൊന്ന് കാണാം ഈ ചീനവല എങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് അതിലൊരു ചീനവല ബൈക്ക് വെച്ച് ഓപ്പറേറ്റ് ചെയ്യണം. നമുക്ക് അതിൻ്റെ അടുത്ത് പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്. ചേട്ടാ വീഡിയോ എടുക്കണ്ട കേട്ടാ. ഇതിപ്പോ എത്ര ആളെ ഇങ്ങനെ ബൈക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇതിപ്പോ എല്ലാരും ആയല്ലേ? ബൈക്ക് വെച്ച് അപ്പോൾ ഞാനപ്പോൾ പറഞ്ഞ പോലെ നമ്മളെന്താണ് ബൈക്ക് വെച്ച് ഓപ്പറേറ്റ് ചെയ്യണത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ കൂടുതലെന്ന് ചേട്ടൻ്റെ പേരെന്താണ്? അമ്മിയെന്ന് ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ ഇത് നമുക്കൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരും. ഇതിൽ വേറെ പ്രത്യേകമൊന്നുമില്ല, നമ്മൾ ബൈക്കിൻ്റെ വീല് മാറ്റിയിട്ട് എന്താണ് പുള്ളി ടൈപ്പ് ആക്കിയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ലൈറ്റിലേക്ക് കൊടുത്തിട്ട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ചീനവലകൾ നമുക്ക് ഇതുപോലെ കാണാൻ കഴിയും. അപ്പോൾ എന്ന് വെച്ചാൽ 3-4 പേര് ചെയ്തിരുന്ന വർക്ക് എന്താണ് ബൈക്ക് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ഇത് നമുക്ക് ചീനവല പൊന്തെന്താണ് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ടല്ലോ നമ്മൾ എന്താണ് ചീനവല പൊക്കിനകത്തൊക്കെ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ എന്താണ് ബൈക്കുകൾ, അതായത് ഉപയോഗശൂന്യമായിട്ടുള്ള ബൈക്കുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള എന്താണ് കണ്ടുപിടുത്തങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ നമ്മൾ ടെസ്റ്റ് അല്ലെങ്കിൽ റീടെസ്റ്റ് ഒക്കെ കിട്ടാത്ത ബൈക്കുകളൊക്കെ നമ്മളെന്താണ് വെറുതെ വേസ്റ്റ് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മോട്ടോർ സൈക്കിളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള വീഡിയോകൾ, ഇതുപോലെ തന്നെ എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ഇതുപോലെ തന്നെ കാണുമെന്നാണ് നിങ്ങളെ മുന്നിൽ ഇതുപോലെ വീഡിയോസ് ആയിട്ട് എത്തിക്കാം. ഓക്കെ, നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.